നോമ്പുകാലമാണ്, കൊറോണ കാലമാണ്, പ്രതിസന്ധിയുടെ കാലമാണ്. എല്ലാവരും വിഷമത്തിലിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്കിത്തിരി ആശ്വാസം നൽകുന്നത് സംഘികളാണ്. സംഘികളുടെ ഭാഗത്തേക്ക് ഒന്ന് കണ്ണോടിക്കുമ്പോൾ ഇത്തിരി മനസ്സമാധാനം ലഭിക്കുന്നുണ്ട്. കാരണം നമ്മൾ അത്യാവശ്യം നല്ല നിലയിലാണ് എന്ന് നമ്മൾ അപ്പോഴാണ് ചിന്തിക്കുന്നത്. അതായത് വിവരവും ബുദ്ധിയും ഉപയോഗിച്ച് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നത് അവരിലേക്ക് നോക്കുമ്പോഴാണ്. പറഞ്ഞു വരുന്നത്, അവരുടെ വീഡിയോകൾ ഈ കൊറോണ കാലത്ത് നമുക്കിത്തിരി ചിരി നൽകിയിട്ടുണ്ട്. എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിയുടെ ഗോ കൊറോണ എന്ന് പറയുന്ന ആ മുദ്രാവാക്യ സ്റ്റൈല് നമ്മളെ ചെറുതായൊന്നുമല്ല സ്വാധീനിച്ചത്, ചിരിപ്പിച്ചത്. എന്നാൽ ഇപ്പോഴിതാ മലയാളികളെ പൊട്ടിച്ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു BJP നേതാവ് വന്നിരിക്കുകയാണ്. ഈ ദൃശ്യം കണ്ടിട്ട് ചിലപ്പോൾ സുരേന്ദ്രൻ പോലും ചിരിച്ചു കാണും. സന്ദീപ് വാര്യർജി ആണെങ്കിൽ ചിരിച്ച് കണ്ടം വഴി 2 റൗണ്ട് ഓടിയിട്ട് വീണ്ടും ചിരിച്ചു കാണും. കാരണം അമ്മാതിരി കോമഡിയാണ്. ഈ വീഡിയോയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് നമ്മുടെ ചാട്ടക്കാരനായിട്ടുള്ള അബ്ദുള്ള കുട്ടി സാറാണ്. അബ്ദുള്ള കുട്ടി എന്താണ് ആ വീഡിയോയിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ BJPയുടെ പുതിയ ഒരു ഓഫീസ് വരികയാണ്. ആ ഓഫീസിൽ ഒരുപാട് സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ന ആൾക്ക് ഇന്ന ക്യാബിൻ, ഇന്ന ആൾക്ക് ഇന്ന ക്യാബിൻ, ഇന്ന ആൾക്ക് ഈ ഓഫീസ്, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ആ ഓഫീസിനകത്തുണ്ട്, അഥവാ BJPയുടെ സംസ്ഥാന ഓഫീസിനകത്തുണ്ട്. പക്ഷേ അതിനകത്ത് അബ്ദുള്ള കുട്ടി പറയുകയാണ്, മറ്റൊരു കാര്യവും കൂടിയുണ്ട്. കേരള മുഖ്യമന്ത്രിക്ക് ഇരിക്കാനുള്ള ഒരു പ്രത്യേക ഓഫീസും കൂടി അതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിന് അബ്ദുള്ള കുട്ടി പറയുന്ന മറുപടി ഇങ്ങനെയാണ്: ആ മുഖ്യമന്ത്രി ഓഫീസ്, അതായത് മുഖ്യമന്ത്രിക്കുള്ള ഓഫീസ് എന്ന് പറയുന്നത് കേരളത്തിലെ BJPയുടെ മുഖ്യമന്ത്രിക്കുള്ള ഓഫീസാണെന്നാണ് അബ്ദുള്ള കുട്ടി സാർ പറയുന്നത്. അധികമൊന്നും പറയാൻ ഇനി ഞാനില്ല. ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ വേണ്ടുവോളം പറയാനുള്ള അവസരം ഞങ്ങൾ നൽകുന്നതാണ്. വീഡിയോ കാണാം. കേരളം BJP ഭരിക്കും. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ തിരുവനന്തപുരത്ത് പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ പ്ലാൻ കണ്ടപ്പോൾ ഞാൻ ചിരിച്ചുപോയി, ആശ്ചര്യപ്പെട്ടുപോയി. കാരണം ആ പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഹൈടെക് ഓഫീസ് ഉണ്ടാക്കുകയാണ്. അതിൽ സംസ്ഥാന പ്രസിഡന്റിന്റെ ഓഫീസുണ്ട്, സംസ്ഥാന ഭാരവാഹികൾക്ക് ഓഫീസുണ്ട്, അങ്ങനെയുള്ള പല ഹൈടെക് സൗകര്യങ്ങൾ, യുവമോർച്ചയ്ക്ക് ഓഫീസുണ്ട്, എല്ലാ സംഘടനകൾക്കും ഓഫീസുണ്ട്. നിങ്ങളറിയോ, അവിടെ ഒരു കൗതുകകരമായ സംഗതിയുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പുതിയ BJP ഓഫീസിൽ ഒരു ചീഫ് മിനിസ്റ്റർ ഓഫീസ് ക്യാബിൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ആ പ്ലാനിലുണ്ട്. അപ്പം തീർച്ചയായും കേരളത്തിൽ BJP ഭരിക്കുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം നമ്മൾ മനസ്സിൽ സൂക്ഷിക്കും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.